നമസ്കാരം. റേക്കി സ്പെഷ്യാലിറ്റി ഹീലിംഗിലേക്ക് സ്വാഗതം. നമുക്കൊരു പഴയ റീഡിങ് എടുക്കാം. ഈ ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പയർ വെച്ചേക്കുന്നത് ഒരു ബ്ലൂ കളർ സ്റ്റോണിൻ്റെ റിങ്ങും ഒരു യെല്ലോ ആണിത്, ഇത് ബ്ലൂ കളറും. അപ്പോൾ ഇത് രണ്ടുമാണ് പയലായിട്ടിവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്താൽ ഒരുപാട് സന്തോഷമായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എല്ലാവരും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും. അത് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന റീഡിങ്ങിന് തരാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഒരു യെല്ലോ കളറ് സ്റ്റോണിൻ്റെ ആ ഒരു റിങ് നോക്കാം. അപ്പം ഫസ്റ്റ് ഫയൽ ഇതാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മനസ്സൊക്കെ പോസിറ്റീവ് വെക്കുക. ഈ ജൂലൈ മന്ത് എങ്ങനെയായിരിക്കും ഈ ഒരു ഫസ്റ്റ് ഫയൽ എടുത്തവരുടെ നോക്കാം എന്താണെന്ന്. നമുക്ക് ഒരു ഓവറോൾ പറഞ്ഞാൽ മതിയല്ലോ. ജൂലൈ മന്ത് എങ്ങനെയായിരിക്കും നിങ്ങൾക്കിത് കാണുന്നവർക്കൊന്ന് ഓരോന്നിങ്ങനെ എടുക്കണ്ടല്ലോ. ഫസ്റ്റ് വന്നത് പൂൾക്കാരാണ്. 5 of Swords വന്നിട്ടുണ്ട്. Three of Cups, 5 of Swords, 5 of Wands വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 2 കാർഡ് വെച്ച് കരിയറും റിലേഷൻഷിപ്പും എടുക്കാം. 2 കാർഡ് വെച്ച് അതിൻ്റെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാനത്. കരിയറിന് 9 of Swords, ഇത്ര നമ്മളിപ്പോൾ എടുത്തതല്ലേ, അങ്ങനെ ഇരിക്കട്ടെ. കരിയറിന് 2 കാർഡ് എടുക്കാം. ഈ ഫസ്റ്റ് വേൾ തിരഞ്ഞെടുത്തവർക്ക് 9 Swords വന്നിട്ടുണ്ട്. 2 Pentacles. റിലേഷൻഷിപ്പിൽ എന്തായിരിക്കുന്ന ഒരു ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2 Cups തന്നെ വന്നിട്ടുണ്ട്. Queen of Cups. ഇതിൻ്റെ എല്ലാം ബോട്ടം വന്നേക്കുന്നത് 4 of Swords ആണ്. ഈ ഒരു യെല്ലോ സ്റ്റോണിൻ്റെ റിങ് തിരഞ്ഞെടുത്തവർക്ക് ബോട്ടം വന്നിരിക്കുന്നത് 4 of Swords ആണ്. നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു മന്ത്. ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലമുള്ളൊരു മാസമാണ്. ശരിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. ആരൊക്കെ പല രീതിയിൽ നിങ്ങളെ ആക്രമിച്ചാലും ഉപദ്രവിച്ചാലും ഒന്നും നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റാതെ ഡിവൈൻ അത്രയും പ്രൊട്ടക്ഷനോടെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളങ്ങനെ സക്സസ്സിലേക്ക് എത്തുമെന്നാണ്. അത്രയും ഒരു നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. എന്തും വരട്ടെന്ന് വിചാരിച്ച് ഒരു നല്ല കോൺഫിഡൻസിൽ മുമ്പോട്ട് പോകുന്നൊരു എനർജിയാണ് ഈ ഒരു ജൂലൈ മന്ത്. ആറ്റിറ്റ്യൂഡിൽ അപ്പിയറൻസിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതാണ് നിങ്ങൾ ഒരു പുതിയ തുടക്കം എന്ന് വെച്ചാൽ നിങ്ങൾ ഫുള്ളായിട്ട് ഡിവൈനിൽ സറണ്ടർ ചെയ്ത് ഇല്ലെങ്കിൽ ഭഗവാനിൽ സമർപ്പിക്കുന്ന പോലെ തന്നെ ഭഗവാൻ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ 5 of Swords വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 of Wands വന്നിട്ടുണ്ട്. ചിലപ്പം നിങ്ങളുടെ മത്സരബുദ്ധിയോട് നോക്കിക്കാണുന്ന നിങ്ങളെ കുറച്ച് ജോലി നിർത്താനും വീട്ടിലായാലും എന്ത് കാര്യത്തിലും നിങ്ങളെ എതിർക്കാനും നിങ്ങളോടൊരു മത്സരബുദ്ധിയോട് നോക്കാനും ചില വ്യക്തികളൊക്കെ കാണും. അവരവരുടെ ആ ഒരു കാര്യങ്ങൾ അവരുടെ ആ ഒരു മൈൻഡ് പുറത്തെടുക്കുന്ന ഒരു മാസമാണ്. എന്ന് വെച്ചാൽ നിങ്ങളോടുള്ളൊരു
ദേഷ്യം കാണിക്കാനോ ഇല്ല, നിങ്ങളെ എങ്ങനെയെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് ചെയ്യാനൊക്കെ വരുന്നൊരു എനർജി ഉണ്ട്. അത് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് നിങ്ങളോട്. പക്ഷേ അത്ര സ്നേഹമല്ല അവർക്ക് കുറച്ച് അസൂയുള്ള വ്യക്തികളാണ്. അവരുടെ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളെ ആശ്രയിക്കുന്ന കുറച്ച് വ്യക്തികളാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആ ഒരു വ്യക്തികളൊക്കെ അവരുടെ ഒരു തനി നിറം പുറത്തെടുക്കുന്ന സമയമാണ് ഈ ഒരു ജൂലൈ മന്ത്. അപ്പം നിങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ. കൂടുതലും പ്രോഗ്ര ആകാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സമാധാനമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. പിന്നെ 3 of Cups വന്നിട്ടുണ്ട്. നിങ്ങളെന്തെങ്കിലും ഫങ്ഷനൊക്കെ പങ്കെടുത്ത് ഒരുപാട് സന്തോഷത്തോടെയൊക്കെ നിങ്ങൾ ചിലപ്പം നേരത്തെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവരുമായിട്ടൊക്കെ ഒന്ന് കൂടി ഒരുപാട് സന്തോഷത്തോട്ടിരിക്കാൻ സാധിക്കും. ഇത്രയാണ് നമ്മുടെ ജൂലൈ മന്തിലൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു എനർജി നിങ്ങളുടെ ഇതാണ്. പിന്നെ അതിനകത്ത് കരിയറിൽ 9 of Swords വന്നിട്ടുണ്ട്, 2 of Pentacles വന്നിട്ടുണ്ട്. പൈസപരമായിട്ട് ജോലി സംബന്ധിച്ച് പൈസ വരായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ട് ചിലപ്പോൾ ലോൺ അപ്ലൈ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ജോലി സംബന്ധിച്ചുള്ള അങ്ങനെ ഫിനാൻഷ്യലി എന്തോ ഒരു ചെറിയൊരു തടസ്സം വരുന്നുണ്ട്. പക്ഷേ അത് ഒന്നും ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ പറഞ്ഞ ബോട്ടം വന്നിരിക്കുന്ന 4 of Swords ആണ്. നിങ്ങൾക്ക് അത്രയും പ്രൊട്ടക്ഷനുള്ള സമയം ഡിവൈൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങളത് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ ഭയക്കാതിരിക്കുക, ഭയക്കുകയല്ല വിഷമിക്കാതിരിക്കുക. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കുറച്ച് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് കാരണം ഒരു നെഗറ്റീവായിട്ട് ഇരിക്കുന്ന അതായിരിക്കും ഒരു കൺഫ്യൂഷനൊക്കെ കാണിക്കുന്നത്. ഫിനാൻഷ്യലി ഒരു ജോലി സംബന്ധിച്ച് ഫിനാൻഷ്യലിയോ അല്ല എന്തെങ്കിലും ഒരു കൺഫ്യൂഷനൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ആ ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, 4 of Swords വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് തന്നെ വിചാരിക്കുക, ഭഗവാനിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോവുക. ഡിവൈൻ ഉണ്ട് കൂടെ എന്നൊരു വിശ്വാസത്തിൽ പോയാൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. ജോലി സംബന്ധിച്ച് അതാണ് ചെറിയൊരു കൺഫ്യൂഷനും ഭയമൊക്കെ വരുന്ന സമയമാണ്. ചിലപ്പോൾ നിങ്ങളുടെ സാലറിയിൽ എന്തെങ്കിലും പെൻഡിങ് വരുമോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നതായിരിക്കാം. കൂടുതലും അതാണ് കാണിക്കുന്നത്, നിങ്ങളുടെ തോന്നലാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടി ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണത് മാറ്റേണ്ടത് ആ ഒരു ജോലി സംബന്ധിച്ച്. പിന്നെ റിലേഷൻ സംബന്ധിച്ച് 2 of Cups, Queen of Cups വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതാണ്. ഭയങ്കര ഒരു ആത്മാർത്ഥ സ്നേഹം തോന്നുന്ന സമയമാണ്. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഭയങ്കര ഒരു ആത്മാർത്ഥയോടെ ഇരിക്കുന്ന സമയമാണ് ഈ ഒരു ജൂലൈ മന്ത്. റിലേഷൻ സംബന്ധിച്ച് Queen of Cups വന്നിട്ടുണ്ട്. ഈ ജൂലൈ മന്ത് റിലേഷൻഷിപ്പിൽ ഒരു തരത്തിലുള്ള ഈഗോയോ ഒന്നും ഇല്ലാതെ സ്നേഹം മാത്രം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഒരുപാട് ആത്മാർത്ഥത്തോട്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും ഇതിനകത്തൊരു വിവാഹം റീയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നടക്കുന്ന ഒരു ജൂലൈ മന്ത്. എന്തെങ്കിലും വിവാഹത്തിനൊക്കെ ആഗ്രഹിക്കുന്ന അതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊരു കാര്യമൊക്കെ തുടങ്ങി വെക്കുന്നതായിരിക്കാം. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിലായാലും നിങ്ങളുടെ മനസ്സിലായാലും നിങ്ങൾക്ക് പരസ്പരം ഒരു നമ്മൾ പറയുമല്ലോ എൻ്റെ പാതിയാണ് ആ ഒരു വ്യക്തി എന്ന് രണ്ടുപേർക്കും ഒരേപോലെ തോന്നുന്ന അത്രയൊരു പ്രണയത്തോടിരിക്കുന്ന ആത്മാർത്ഥ സ്നേഹത്തോടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ജൂലൈ മന്ത് റിലേഷൻഷിപ്പിൽ. അപ്പോൾ എന്തെങ്കിലും നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ഉള്ളവർ അവർ സ്നേഹത്തോടെ തിരിച്ചു വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തായാലും നിങ്ങളുടെ ഒരു ജൂലൈ മന്ത് ഈ ഒരു യെല്ലോ കളർ സ്റ്റോൺ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജൂലൈ മന്ത് ഇതാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കരിയർ സംബന്ധിച്ച് എന്തെങ്കിലും കൺഫ്യൂഷനോ ഭയമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ മാത്രം മുമ്പോട്ട് ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരത്തില്ല. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെ അവരുടേതായ ഒരു ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു തനിനിറം പുറത്തെടുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശാന്തതയോട് നേരിടുക കേട്ടോ. നമ്മൾ ഒരുപാട് പ്രതികരിക്കുന്ന ദേഷ്യമൊന്നും വന്ന് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. സമാധാനമായിട്ട് ബുദ്ധിപരമായിട്ട് നീങ്ങും ആ ഒരു കാര്യത്തിന്. അത് മാത്രം ജൂലൈ മന്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജൂലൈ മന്ത്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പങ്കെടുത്ത് ഒരുപാട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. എന്തായാലും നല്ലൊരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജി. ഇനി നമുക്ക് സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തവരെ നോക്കാം എന്താണ്. ജൂലൈ മന്ത് സെക്കൻഡ്
ഓക്കെ, സെക്കൻഡ് വയൽ ഈ ഒരു ബ്ലൂ സ്റ്റോൺ തിരഞ്ഞെടുത്തവരെയാണ്. ഞാൻ കുറേ തപ്പി കേട്ടോ, എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. ഒരേപോലെയുള്ള എന്തെങ്കിലും വെക്കണമല്ലോ, ചെറിയ ചേഞ്ചുള്ള കിട്ടിയാതെ ഞാൻ ഈ റിങ്ങും ഒക്കെ എടുത്തുകൊണ്ട് വന്നേ. അപ്പം ബ്ലൂ സ്റ്റോൺ സെക്കൻഡ് ബൈലാണ്. അത് തിരഞ്ഞെടുത്തവർക്ക് ഉള്ള റീഡിങ് എന്താണെന്ന് നോക്കാം. ജൂലൈ മന്ത് എങ്ങനെയായിരിക്കും എന്ന്. ജൂലൈ മന്ത് എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. Knight of Pentacles, 3 of Wands, Page of Swords, 9 of Cups, King of Pentacles. ഇത്രയാണ് നമ്മുടെ ഒരു ഓവറോൾ എനർജി. ഇനി നമുക്ക് കരിയർ സംബന്ധിച്ചും റിലേഷൻഷിപ്പ് സംബന്ധിച്ച് 2 കാർഡ് വെച്ചെടുക്കാം. ഒരു ബ്ലൂ സ്റ്റോൺ തിരഞ്ഞെടുത്തവരുടെ കരിയർ എങ്ങനെയായിരിക്കും, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും നമുക്ക്. ആദ്യം കരിയർ നോക്കാം. കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്, ജഡ്ജ്മെൻറ്റ്. ഇനി റിലേഷൻഷിപ്പിൽ 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ടവറാണ്. ഇതിൻ്റെ ബോട്ടം ഈ ബ്ലൂ സ്റ്റോണിൻ്റെ റിങ് തിരഞ്ഞെടുത്തവരുടെ ബോട്ടം ടവറാണ്. ഒരു സഡൻ ചേഞ്ച് എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ജൂലൈ മന്ത് ഒരു സഡൻ ചേഞ്ചാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഈ ഒരു മന്ത് കാണും. പക്ഷേ അത് ഞാൻ ഈ കാർഡ് എടുത്തോളം എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി ഉള്ള ഒരു ബുദ്ധിമുട്ട് മാറുവാണ്, കാരണം അത് കിങ് ഓഫ് പെന്റക്കിൾസിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പൈസപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ജൂലൈ മന്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു അബണ്ടൻസിലേക്കാണ് എത്തുന്നത്. 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നല്ല സന്തോഷത്തിൽ എല്ലാം നേടി അത്രയും സന്തോഷത്തോടിരിക്കാൻ സാധിക്കും. പേജ് ഓഫ് സോഴ്സ്, 3 ഓഫ് വാണ്ട്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ മുന്നേറുവാണ്. സക്സസ് ആണ് കൂടെ. കൺഫ്യൂഷനെല്ലാം മാറ്റി ഒരു നല്ല കോൺഫിഡൻസ് കാണും. എന്ത് കാര്യങ്ങൾക്കും തീരുമാനമെടുക്കും. ആ ഒരു തീരുമാനത്തിലൂടെ മുമ്പോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലുള്ള പൂർണ്ണത നേടുന്ന എനർജിയാണ്. കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. സന്തോഷവും 9 ഓഫ് കപ്സ് ഒക്കെ വന്നിരിക്കുന്നത് അത്രയും നമ്മൾ പൂർണ്ണമായിട്ട് സന്തോഷമൊക്കെ നേടി നിറഞ്ഞ് നമ്മൾ നിൽക്കുമല്ലോ, ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ സ്റ്റോൺ തിരഞ്ഞെടുത്തവർക്കൊക്കെ ജൂലൈ മന്ത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ആഴ്ചയാണ് ഒരു ഇച്ചിരി ഫിനാൻഷ്യലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു പിടിക്കുന്നതാണ്, നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതാണ്. തടസ്സങ്ങളെല്ലാം മാറ്റി മുമ്പോട്ട് പോകുന്നു. ഒരു പുതിയ തുടക്കം, പ്രതീക്ഷയോടെ തന്നെയുള്ള നല്ല വിശ്വാസത്തോടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങൾ തുടങ്ങുക. അതിലൂടെ നിങ്ങൾ എല്ലാം തിരിച്ചു പിടിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം, ഫിനാൻഷ്യലി എല്ലാം തിരിച്ചു പിടിക്കുന്ന എനർജിയാണ്. ജൂലൈ മന്ത് എന്തായാലും നല്ലൊരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സഡനായിട്ട് എന്തൊക്കെയോ ചേഞ്ച് വരുന്നുണ്ട്. എന്തായാലും അടിമുടി മാറ്റം വരുന്ന ഒരു എനർജിയാണ് ജൂലൈ മന്ത് ബ്ലൂ സ്റ്റോൺ തിരഞ്ഞെടുത്തവരുടെ. ഇതുവരെ നിങ്ങൾ കുറച്ച് ഈഗോയിലിരിക്കുവാണെങ്കിൽ, നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം നേടുന്നതെന്നൊക്കെ ഒരു അഹങ്കാരത്തിൽ ഇരിക്കുന്നെങ്കിൽ ഈ ടൈം അതെല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് സ്പിരിച്വലി ഒരു പരിവർത്തനം വരുന്ന സമയമാണ്. നിങ്ങളുടെ ആ ഒരു ഈഗോ മാറിപ്പോകുന്ന സമയമാണ്. നിങ്ങളുടെ കഴിവാണ് ഇതെല്ലാം തോന്നൽ മാറി നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു ജീവിതത്തിൽ നല്ല നടക്കുന്ന ഓരോ നല്ല നിമിഷങ്ങളൊന്നും തിരിച്ചറിയുന്ന സമയമാണ്. അപ്പോൾ ഇതാണ് ജൂലൈ മന്ത് ഒരു ഓവറോൾ എനർജി. പിന്നെ ജോലിപരമായിട്ട് കിങ് ഓഫ് സോഴ്സും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. ചിലപ്പം നിങ്ങളോട് എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളോട് എന്ത് നല്ല കാര്യം ചെയ്താൽ പോലും അതിന് വരെ നെഗറ്റീവ് പറയുന്ന വ്യക്തികളൊക്കെ അവരുടെ കാര്യത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ ജോലിയിൽ കൂടുതലും ഒരു ഉറച്ച തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകും. നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസ് കാണും ഈ ഒരു മന്ത്. ആരെയും ഭയവും തോന്നത്തില്ല. ഇമോഷണലി ഒന്നും ആരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും കാണത്തില്ല. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും ഈ ഒരു മന്ത്.
ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു പ്രവൃത്തികൾക്ക് അല്ലെ വാക്കുകൾക്കൊക്കെ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ ആ ഒരു വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും ഇല്ലെങ്കിൽ അവരോട് പ്രതികരിക്കാനും ഒക്കെ അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടിരിക്കുന്ന എനർജിയാണ് കരിയർ സംബന്ധിച്ച് ഈ മാസം കാണിക്കുന്നത്. റിലേഷൻഷിപ്പ് സംബന്ധിച്ചാണെങ്കിലും 8 ഓഫ് വൺസ് വന്നിട്ട് ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ റിലേഷൻഷിപ്പിൽ നിന്ന് അത് പെട്ടെന്ന് നിങ്ങൾക്ക് അത് സഡനായിട്ട് വരുന്ന എന്തൊരു കാര്യം റിലേഷൻഷിപ്പ് സംബന്ധിച്ച് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. അത് പെട്ടെന്നാണ് ഫാസ്റ്റിൽ വരുന്ന എന്തൊരു കാര്യം റിലേഷൻഷിപ്പ് സംബന്ധിച്ച്. അതിപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമായിരിക്കും നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പ് സംബന്ധിച്ച് വരുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട്. എന്തായാലും അതും റിലേഷൻഷിപ്പ് സംബന്ധിച്ച് പോസിറ്റീവാണ്. പെട്ടെന്ന് എന്തൊക്കെയോ ഒന്നേ നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകും. ഒരുപാട് നാൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു ആഗ്രഹമായിരിക്കാം ഒരുമിച്ചൊരു യാത്രയൊക്കെ, അതും ആവാം. അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇനിയും യാത്ര ചെയ്ത് വന്ന് നിങ്ങളെ കാണുന്നവരെന്ന് വെച്ചാൽ എന്തെങ്കിലും ജസ്റ്റിസ് കിട്ടുന്ന റിലേഷൻഷിപ്പ് സംബന്ധിച്ച്. പിന്നെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങളെന്തായാലും നല്ല നമ്മൾ പറയുമല്ലോ വെട്ടൊന്ന് മുറിയിലുണ്ടെന്ന് പറയുന്ന പോലെ ആ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. നിങ്ങളെപ്പോഴും ഈ നെഗറ്റീവ് മാത്രം നിങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരെയൊക്കെ കട്ട് ചെയ്ത് മാറ്റി നിങ്ങൾ മുമ്പോട്ട് പോകുന്ന എനർജിയാണ്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങൾ പറയുന്നത് ശരിയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ കാണും. അപ്പം അവിടെ നല്ലൊരു ധൈര്യം കാണും, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കോൺഫിഡൻസ് കാണും. ത്രീ ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അത് ഒരു മുന്നോട്ടുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ബിസിനസ് സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കും. കുറച്ചുകൂടി എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരോട് എന്തെങ്കിലും ഗൈഡൻസ് ചോദിക്കും. അവർ ബിസിനസ്സിൽ കൂട്ടാനൊക്കെ തയ്യാറാവുന്ന സമയമാണത്. ഈ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് സാമ്പത്തിക വളർച്ചയാണ് കാണിക്കുന്നത്. സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സ്വപ്നത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയമാണ്. അതിന് ഫലം എന്തായാലും കിട്ടിയിരിക്കും. നിങ്ങൾ എല്ലാം നേടിയാലും കംപ്ലീറ്റ് ആയി ആ ഒരു തോന്നലിൽ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ തൃപ്തിയിലിരിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് കപ്സും. അപ്പോൾ എന്തായാലും സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ബ്ലൂ സ്റ്റോൺ തിരഞ്ഞെടുത്തവരുടെ എനർജി ഇതാണ്. നിങ്ങൾക്ക് ജൂലൈ മന്ത് ഫസ്റ്റ് വീക്കൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിൽ തന്നെ മാറുവാണ്. നിങ്ങൾ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് കിട്ടും. അതിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി എല്ലാം നേടുന്ന എനർജി. പിന്നെ ജോലി പരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കാണും. നിങ്ങൾ ആ ഒരു ലീഡിങ് പവറാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളെ അനുസരിക്കാനും നിങ്ങൾ പറയുന്നതൊക്കെ ശരിവെക്കാനൊക്കെ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നിടത്ത് കാണും. നിങ്ങളെ കുറ്റപ്പെടുന്നവരൊക്കെ നിങ്ങളുടെ ആ ഒരു എനർജിയുടെ മുമ്പിൽ അവർ തോറ്റ് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു മാസം. അവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ അവർ ഭയന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുവാണ്. അത് പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിലേഷൻഷിപ്പ് സംബന്ധിച്ച് വരുന്നുണ്ട്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര ഉറപ്പായിട്ടും കാണും. അപ്പോൾ ഇതാണ് സെക്കൻഡ് വേൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് കോൺടാക്റ്റ് ചെയ്താൽ വാട്സപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺടാക്റ്റ് ചെയ്താൽ റിലേഷൻ സംബന്ധിച്ചല്ല ഞാൻ എല്ലാ റീഡിങ്ങും എടുക്കും. അത് വായിൽ വന്നത് അതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ജൂലൈ മന്ത് എല്ലാവർക്കും ഉള്ള എനർജി. ഓക്കെ, താങ്ക് യു.